പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് കനത്ത തിരിച്ചടി. PFI നേതാവ് കരമന അഷ്റഫ് മൗലവിക്കെതിരെ സുപ്രീം കോടതിയുടെ നിർണായക നിരീക്ഷണം. അഷ്റഫ് മൗലവി IS ആശയങ്ങൾ പ്രചരിപ്പിച്ചെന്ന് കോടതി നിരീക്ഷിച്ചു. വർഗീയ പ്രസംഗങ്ങളും നടത്തി. PFI മുൻ സംസ്ഥാന പ്രസിഡന്റ് കരമന അഷ്റഫ് മൗലവിയുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടാണ് നിരീക്ഷണം. ഉത്തരവിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. ഭീകരവാദ രാജ്യവിരുദ്ധ കേസുകളിൽ റിമാൻഡിലായ നേതാക്കൾ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. അഷ്റഫ് മൗലവി ഇസ്ലാമിക് സ്റ്റേറ്റ് ആശയങ്ങൾ പ്രചരിപ്പിച്ചെന്നും വർഗീയ പ്രസംഗങ്ങൾ നടത്തിയെന്നുമുള്ള NIA കണ്ടെത്തലുകൾ ശരിവയ്ക്കുന്നതാണ് കോടതി നിരീക്ഷണം. PFI മുൻ സംസ്ഥാന പ്രസിഡന്റും ഇമാം കൗൺസിൽ ദേശീയ ട്രഷററുമായിരുന്നു കരമന അഷ്റഫ് മൗലവി. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധനത്തിന് പിന്നാലെയായിരുന്നു അഷ്റഫ് മൗലവി അടക്കമുള്ള നേതാക്കൾ അറസ്റ്റിലായത്. ജാമ്യാപേക്ഷയുമായി 11 PFI ഭീകരവാദ നേതാക്കൾ കോടതിയെ സമീപിച്ചിരുന്നു. ഏറെനാൾ റിമാൻഡിൽ കഴിഞ്ഞതുകൂടി പരിഗണിച്ച് മറ്റ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ കേസുകളും RSS പ്രവർത്തകൻ A ശ്രീനിവാസൻ വധക്കേസും ഒരുമിച്ച് ഒരു കേസായിരുന്നു NIA അന്വേഷിച്ചത്. കേസിൽ പ്രതികളുടെ സ്വത്തുക്കൾ NIA കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. NIAയുടെ അപേക്ഷ പ്രകാരം UAPA സെക്ഷൻ 33 അനുസരിച്ചായിരുന്നു അഷ്റഫ് മൗലവി അടക്കമുള്ള നേതാക്കളുടെ വസ്തുവകകൾ കണ്ടുകെട്ടിയത്. പത്തനംതിട്ട, ഈരാറ്റുപേട്ട, പെരുവന്താനം, കടുങ്ങല്ലൂർ തുടങ്ങി വിവിധ വില്ലേജുകളിലായുള്ള ഭൂസ്വത്തുക്കളും മിനി ഗുഡ്സ്, ട്രക്ക്, കാർ, ഓട്ടോ, ബൈക്കുകൾ, സ്കൂട്ടറുകൾ തുടങ്ങിയ വാഹനങ്ങളുമായിരുന്നു കണ്ടുകെട്ടിയത്. ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള ഭീകരവാദ സംഘടനകളുടെ നിഴൽ രൂപങ്ങളായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മാറിയിരുന്നുവെന്നും അതിൻ്റെ ആശയ പ്രചാരകരായി PFIയുടെ നേതാക്കൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ. ഇത് PFIക്ക് ഏറ്റവും വലിയ തിരിച്ചടിയും ഒപ്പം തന്നെ നിർണായകമായ കണ്ടെത്തലുകൾ അന്വേഷണത്തിലൂടെ നടത്തിയ NIAക്കുള്ള അംഗീകാരവുമാണ്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.